ഹലോ ഗൈസ്, എന്തെല്ലാമാണ്? അപ്പോൾ രാവിലെ തന്നെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് മാത്രം സൗന്ദര്യമൊന്നുമില്ല, എന്നാലും ഉള്ള സൗന്ദര്യം നമ്മൾ ആസ്വദിക്കണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് നേരം ഇങ്ങനെ സൗന്ദര്യം ആസ്വദിച്ചു. പിന്നെ പുറത്തോട്ട് നോക്കുമ്പോൾ അതൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ട്. പിന്നെ അതും നോക്കി കുറച്ച് നേരം നിന്ന് പിന്നെ നേരെ അടുക്കളയിലോട്ട് വിട്ടു. ഞം കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ നോർത്തി. ഞം കഴിക്കാൻ ഉണ്ടാക്കുന്നതാണ് പാട്. പിന്നെ ഞാൻ ഭൂതക്കണ്ണാടിയൊക്കെ വെച്ചിരിക്കുന്നത് എനിക്ക് നല്ല തലവേദനയാണ് ഗൈസ്. ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റതുപോലെ എനിക്ക് തലവേദനിച്ചിട്ടാണ്. അങ്ങനെ ഞാനിതാ ചോറുണ്ടാക്കാമെന്ന് വെച്ച് അരി വെള്ളത്തിലിട്ടു. പിന്നെ ചെമ്മീൻ ഉണ്ടായിരുന്നു. അങ്ങനെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അടുക്കളയിലോട്ട് കയറിയപ്പോൾ ഓരോ സാധനങ്ങളായി ഇങ്ങനെ നിലത്ത് വീണ് ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് വയ്യ ഗൈസ്. എനിക്കാണ് ഒന്നാമത് ഇന്ന് ഭയങ്കര മടി ദിവസമായിരുന്നു. കാരണം എനിക്ക് എന്തൊക്കെയോ വയ്യായ്മ പോലെ, ഇനി പനി വരാനാണോ എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. എന്ത് വന്നാലും നമ്മൾ ഞം കഴിക്കണമല്ലോ എന്നോർത്ത് ഞാൻ ജീരകം പറക്കിയിട്ട്, പക്ഷേ ജീരകം ഒത്തിരി ആയിപ്പോയി. പിന്നെ സേഫ്റ്റി ഓഫീസർ പോലെ നോക്കിയിട്ടൊക്കെ ഞാൻ കുക്കർ വെക്കത്തുള്ളൂ. കാരണം എനിക്ക് ഭയങ്കര പേടിയാണ് കുക്കർ. അങ്ങനെ ഇതാ നമ്മുടെ ചെമ്മീനുകൾ ഞാൻ എടുത്ത് ഇങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുക. എന്തിനാണ് വെട്ടുന്നതെന്നൊന്നും എനിക്കറിയില്ല. ഓൾറെഡി ക്ലീൻ ചെയ്ത ചെമ്മീനാണ്. എന്നാലും ചുമ്മാ ഇരിക്കട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ, ചുമ്മാ ഇരിക്കുക. കൈ അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല ഗൈസ്. പിന്നെ പയറുണ്ടായിരുന്നു, പയറെടുത്തു. പക്ഷെ മൊത്തം എടുത്തില്ല, കുറച്ച് മാത്രം എടുത്തു. ഞാൻ കുറച്ച് മാത്രം എടുത്തിട്ട് ഞാൻ വിചാരിച്ചു അത് വെച്ച് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ഞാൻ അതും കൂടെ വെട്ടാൻ തുടങ്ങി. ഈ കത്രിക വെച്ച് വെട്ടുന്ന ആട്ടോ ഏറ്റവും എനിക്ക് എളുപ്പം. കാരണം അത് പെട്ടെന്ന് അങ്ങ് വെട്ടിത്തീരും. കാരണം കത്തി വെച്ചാകുമ്പോൾ നമ്മളിങ്ങനെ കുറേ നേരം എടുക്കും. പക്ഷേ കത്രിക വെച്ച് വെട്ടുന്നവർ സൂക്ഷിക്കണം. ഇത് എൻ്റെ കൈയും വെട്ടിപ്പോയിട്ടുണ്ട് പയറിൻ്റെ കൂട്ടത്തിൽ. ആദ്യം ഞാൻ വിചാരിച്ച് ചെറിയ മുറിവായിരിക്കുന്നു, പക്ഷെ അല്ല, നല്ലോണം മുറിഞ്ഞു. എൻ്റെ കയ്യിൽ നിന്ന് ഒത്തിരി ചോര പോയി. ഞാൻ എന്നിട്ട് കൈ കഴുകാൻ വേണ്ടിയിട്ട് പൈപ്പ് തുറന്നപ്പോൾ ഞാൻ ബഹിരാകാശത്ത് പോയി വന്നൊരു ഫീലായിരുന്നു എനിക്ക്. കാരണം നല്ല എരിച്ചിലും പുകച്ചിലായിരുന്നു. പിന്നെ എൻ്റെ കയ്യിൽ ബാൻഡേജ് ഒന്നും ഇല്ലായിരുന്നു ഗൈസ്. ഞാനപ്പോൾ പെട്ടെന്നൊരു തുണി എടുത്ത് കയ്യിലങ്ങ് വലിച്ച് കെട്ടി. വേറെ ഓപ്ഷൻ ഇല്ല, കൈ മുറിഞ്ഞു എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ആരും ഫുഡ് കൊണ്ട് തരില്ല, നമ്മൾ തന്നെ ഉണ്ടാക്കണം. അങ്ങനെ ഞാൻ എല്ലാം കൂടി വെട്ടി തുണ്ടമാക്കി അടുപ്പത്ത് വെച്ചു. എന്തെങ്കിലുമൊക്കെ ആവട്ടെ. അതിൻ്റെ ഇടയിൽ കൂടെ കുറേ കടുക് നിലത്ത് പോയി. ഈ കടുക് നിലത്ത് പോയി കഴിഞ്ഞാൽ വീട്ടിലൊന്ന് വഴക്കുണ്ടാവുമെന്ന് പണ്ടുള്ളവരൊക്കെ പറയാറുണ്ട്. അപ്പോഴേക്കും ചോറായിരുന്നു. എന്താ ഗൈസ്, ജീരകച്ചോറോ? പക്ഷെ രസമുണ്ട്, കാണാൻ രസമുണ്ട്, കുഴപ്പമില്ല. പക്ഷേ അടി കത്തിയിട്ടുണ്ട്, ഇനി കഴിച്ചു നോക്കണം. അങ്ങനെ ആകുമ്പോഴേക്കും കറിയൊക്കെ റെഡി ആയിരുന്നു. അപ്പോഴേക്കും ഞാൻ ഫുഡ് കഴിച്ചു, കുഴപ്പമില്ലായിരുന്നു ഗൈസ്. അങ്ങനെ ഞാൻ പെയിൻറ്റ് ചെയ്യാനിരുന്നു. കാരണം എനിക്ക് കുറേ ദിവസം ഞാൻ പെയിൻറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഞാൻ പെയിൻറ്റ് ചെയ്യാനും ഇരുന്നു. കൂട്ടത്തിൽ ഞാൻ ഓരോരോ പാട്ടും പാടിക്കൊണ്ടിരുന്നു. എന്ത് പാട്ടാണ് ഞാൻ പാടുന്നതെന്ന് എനിക്ക് പോലും അറിയില്ല. നിങ്ങൾക്കറിയാണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യേണ്ട. ലിപ് മൊമെൻ്റ് വെച്ച് ഞാൻ ഏത് പാട്ട് പാടാൻ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ, നോക്കട്ടെ. അങ്ങനെ ഞാൻ പാട്ടും പാടി പെയിൻറ്റിങ് ആണെങ്കിൽ തീരൊന്നുമില്ല. കാരണം ഭയങ്കര വിജൃംഭിച്ച രീതിയിലുള്ള ഒരു പെയിൻറ്റിങ് ആണ് ഗൈസ്. ഏത് കാലത്ത് ഈ പെയിൻറ്റിങ് തീരാൻ എനിക്കറിയില്ല. ഏത് കാലത്ത് തീരും എന്നുള്ളത് പടച്ചവന് മാത്രം അറിയാം. പിന്നെ എങ്ങനെയും തീർക്കണം എന്നുള്ള ഒരു ഇതായിട്ട് ഞാൻ ഇരിക്കും. പക്ഷേ കുറച്ച് ചെയ്ത് കഴിയുമ്പോഴേക്കും എനിക്ക് ഷോൾഡർ പെയിനും നെക്ക് പെയിനൊക്കെ വരും. അങ്ങനെ പിന്നെ ഞാനത് നിർത്തും. എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ അവിടെ പിന്നെ എടുത്ത് വെക്കും. പിന്നെയും കുറച്ച് നേരം കഴിയുമ്പോൾ പോയി എടുക്കും. പിന്നെ എടുത്ത് വെക്കും. പിന്നെയും കുറച്ച് നേരം മുമ്പ് എടുക്കും ഞാൻ. പിന്നെ അങ്ങനെ അതിനൊരു തീരുമാനമാവുമെന്ന് വിചാരിക്കുന്നു. പക്ഷെ തീരുമാനമായിട്ടില്ല, ഇന്നും തീരുമാനമാക്കാൻ പറ്റിയിട്ടില്ല എന്നെക്കൊണ്ട്. ഞാൻ ഈ പാട്ടും പാടി ഇരിക്കും. ഒരു പാട്ട് തീരുമ്പോഴേക്കും ഞാൻ ബ്രഷും അതിലിട്ടിട്ട് ഞാൻ എഴുന്നേറ്റ് പോകും. കാരണം എനിക്ക് മടിയാണ്. കാരണം ഇപ്പം എനിക്ക് വീണ്ടും മടിയായി. അപ്പോൾ ഞാൻ വീണ്ടും എഴുന്നേറ്റ് അടുക്കളയിലോട്ട് പോയി നോക്കുമ്പോൾ ഒരു ഉള്ളി ഇതവിടെ മരമായി നിൽക്കുകയാണ് ഗൈസ്. മരം കണ്ടോ? നിങ്ങളെ വീട്ടിലൊക്കെ ഇങ്ങനെ മരം ആവാറുണ്ടോ? അത് കഴിഞ്ഞ് ഞാൻ ഒന്ന് ഫ്രിഡ്ജ് തുറന്ന് നോക്കി. ഫ്രീസർ കുറേ ദിവസമായി തുറന്ന് നോക്കുമ്പോഴേക്കും അതിൽ ഷമാമ ഞാൻ മുറിച്ച് വെച്ചിരുന്നു. അത് ചാരയിൽ എറിഞ്ഞ് കഴിഞ്ഞാൽ തല പൊട്ടും. അമ്മാതിരി ഉറച്ചിരിക്കുകയാണ് ഗൈസ് അത്. പിന്നെ ഫ്രിഡ്ജിൽ കുറേ മഞ്ഞ. എനിക്ക് മഞ്ഞ കാണാൻ മണാലിയിലൊന്നും പോകേണ്ട ആവശ്യമില്ല. എൻ്റെ അടുക്കളയിൽ കയറി ഫ്രിഡ്ജ് തുറന്ന് എനിക്ക് മഞ്ഞ കാണാം. എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോകാനുണ്ട്. എനിക്ക് സ്റ്റേഡിയത്തിലോട്ടാണ് പോകേണ്ടത്. അങ്ങനെ ഞാൻ കുറേ ക്യൂട്ട്നെസ് വാരി വിതറി കുളിച്ച് മുടുക്കിയായി ഗൈസ്. അങ്ങനെ അവളെ കാണാൻ വേണ്ടി പോവുകയാണ്. ക്യൂട്ട്നെസ് നമ്മളെപ്പോഴും വാരി വെതിരിക്കൊണ്ടിരിക്കണം. എത്തുമ്പോഴേക്കും അങ്ങനെ എത്തിയിട്ടുണ്ടായിരുന്നു. വലിയ ഭാരത് ബെൻസ് ഒക്കെ എടുത്ത് വരുന്നതാണ് അവളുടെ വിചാരം. അങ്ങനെ ദൂരത്തുനിന്ന് എൻ്റെ തള്ളയും തന്തയും എന്തോ വിളിച്ചുകൊണ്ട് വരുവാണ്. അവൾ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നില്ല. അപ്പം നാളെ പാക്കലാം ഗൈസ്, ബൈ.